ഒരു മനുഷ്യന് ദേഷ്യം, സന്തോഷം, സങ്കടം എന്നിങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉള്ളതുപോലെ ഭയവും ഒരു ഇമോഷനാണ്. അതായത് ഒരു ഹൊറർ പടം തിയേറ്ററിൽ റിലീസായാൽ അതെത്ര വലിയ ഹൊറർ മൂവി ആണെങ്കിലും നമ്മളിൽ പലരും അത് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണും. എന്താണെന്നാൽ അങ്ങനെ പേടിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഇരുട്ടിന് പേടിയാണ്, മറ്റു ചിലർക്കാണെങ്കിൽ ഹൈറ്റ് പേടി. എന്നാൽ കൂടുതൽ ആളുകൾക്കുമുള്ള പേടി എന്താണെന്നാൽ നമ്മളറിയാതെ നമ്മളെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്നാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത വഴിയിലൂടെ ഇരുട്ടത്ത് തനിച്ച് നടന്നു പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്തു വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതും ഇതേ ഭയം കൊണ്ടാണ്. സപ്പോസ് നമുക്കറിയാതെ മറ്റൊരാൾ നമ്മളെ ഫുൾ ടൈം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലായാൽ എന്തായിരിക്കും അവസ്ഥ? 2014 ഡെറിക് ബ്രോഡ്സും മറിയ ബ്രോഡ്സും അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെസ്റ്റ് ഫീൽഡ് എന്ന സ്ഥലത്ത് ഒരു പുതിയ വീട് വാങ്ങിച്ചു. അവർ വാങ്ങിയ വീടിന്റെ ഡോർ നമ്പറാണ് 657. നമുക്കെല്ലാവർക്കും വഴിയിലൂടെ പോകുമ്പോൾ ഒരു വലിയ വീട് കാണുമ്പോൾ ഇതുപോലെയാണ് നമുക്കും വാങ്ങണമെന്ന് ഒരാഗ്രഹമുണ്ടാവും. അങ്ങനെ ഇവർ ആഗ്രഹിച്ചു വാങ്ങിയ ഒരു വലിയ വീടായിരുന്നു അത്. വീട് വാങ്ങാനായി അവർ ചെലവാക്കിയത് 10 കോടി രൂപ. സോ പുതിയ വീട് വാങ്ങിയെങ്കിലും അവർ അങ്ങോട്ടേക്ക് താമസം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവരും ഇവരുടെ 3 കുട്ടികളും പുതിയ വീട്ടിലേക്ക് മാറുന്ന കാര്യം ആലോചിച്ച് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. എഗ്രിമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് 657 എന്ന പുതിയ വീട് ഇവരുടെ പേരിലേക്ക് മാറ്റി. ഇതെല്ലാം കഴിഞ്ഞ് 3ാമത്തെ ദിവസം അവിടെ താമസിക്കാനായി ഇവർ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടുത്തെ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ കിടക്കുന്നത് കണ്ടു. അതായത് ഫോറിൻ കൺട്രീസിലെല്ലാം എല്ലാ വീടുകളുടെ മുമ്പിലും ഒരു ലെറ്റർ ബോക്സ് ഉണ്ടാവും. പോസ്റ്റ്മാൻ വന്ന് അതിനുള്ളിൽ കത്ത് വെച്ചിട്ട് പോവും. സോ ഇവർ ആ ലെറ്റർ കണ്ടപ്പോൾ അത് ഇവർക്ക് മുൻപ് ഇവിടെ താമസിച്ചവർക്ക് വന്നതാണെന്ന് കരുതി. എന്നാൽ ആ ലെറ്റർ അതിനുള്ളിൽ നിന്നും എടുത്ത ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് അത് ഇവർക്കുള്ളത് തന്നെയാണെന്ന്. കാരണം ആ ലെറ്ററിന്റെ മുകളിൽ ദ ന്യൂ ഓണേഴ്സ് എന്നെഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതോടെ അവർ അത്ഭുതപ്പെട്ടുപോയി. അതായത് ഇവർ ഈ പുതിയ വീട്ടിലേക്ക് വന്നതേയുള്ളൂ. അപ്പോഴേക്കും ഇവർക്കുള്ള ലെറ്റർ ഈ അഡ്രസ്സിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഇത് അയച്ച ആൾക്ക് എങ്ങനെ മനസ്സിലായി? ആ ലെറ്ററിലാണെങ്കിൽ ഫ്രം അഡ്രസ്സുമില്ല. ലെറ്റർ അവർ ഓപ്പൺ ചെയ്ത് വായിച്ചപ്പോൾ അതിൽ എഴുതിയിരുന്നത്, ഈ വീട്ടിലേക്ക് സ്വാഗതം. 657 എന്ന ഈ വീട് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു വീടാണ്. എങ്ങനെയാണെന്നല്ലേ, 1920s എൻ്റെ മുത്തച്ഛനാണ് ഈ വീട് നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 1960s എൻ്റെ അച്ഛനും ഈ വീട് നോക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനാണ് ഈ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉദ്ദേശിച്ചത് ദൂരെ നിന്നും ആരും അറിയാതെ ഈ വീട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഹൂ ആം ഐ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണോ? ഒരു ദിവസം 100 കണക്കിന് കാറുകൾ 657 എന്ന വീട് ക്രോസ് ചെയ്തു പോകാറുണ്ട്. മേ ബി അതിലൊരു കാറിൽ ഞാനുണ്ടാവും. നിങ്ങളുടെ വീടിന്റെ എല്ലാ ജനലുകളും തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ എന്നെ കാണാം. നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടല്ലോ. ഈ 657 കൊച്ചു കുട്ടികളുടെ ചോര കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, നിങ്ങളുടെ കുട്ടികളെ ഞാനൊന്നും ചെയ്യില്ല. എന്നാൽ അവരുടെ പേര് പറഞ്ഞ് ഞാൻ അവരെ വിളിച്ചാൽ അവരെൻ്റെ അടുത്തേക്ക് ഓടി വരും. സോ ഇത്രയും എഴുതിയിട്ട് ലെറ്ററിന് താഴെ ഒരു സിഗ്നേച്ചറും ഇട്ട് പേരിന് പകരം എഴുതിയത് ദ വാച്ചർ. അത്രയും നാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് കൊണ്ടൊരു വീട് വാങ്ങിയപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ യെസ്, ഒരു കാര്യം ചെയ്യാം. ഈ ലെറ്ററിൽ എഴുതിയതനുസരിച്ച് ഇതെഴുതിയ ആളുടെ അച്ഛനും മുത്തച്ഛനുമാണ് ഇതിനു മുൻപ് ഈ വീട് നോക്കിയിരുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ മുൻപ് താമസിച്ചവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ഉറപ്പായും ഒരു ഹിന്റ് കിട്ടും. സോ ആ വീട്ടിൽ അവർക്ക് മുൻപ് താമസിച്ചിരുന്ന കപ്പിൾസാണ് ജോൺ വുഡ്സും ആൻഡ്രിയ വുഡ്സും. ഡെറിക്കും മറിയയും അവരുടെ അടുത്ത് പോയി ഈ ലെറ്ററിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ലെറ്റർ ഒന്നും വന്നിട്ടില്ലെന്ന് ആൻഡ്രിയ വുഡ്സ് പറഞ്ഞപ്പോൾ ജോൺ വുഡ്സ് പറഞ്ഞു, വെയിറ്റ്, ഇതുപോലൊരു ലെറ്റർ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായി ആ വീട്ടിലേക്ക് പോയപ്പോൾ ദ ന്യൂ ഓണർ എന്നെഴുതിയ ഒരു ലെറ്റർ വന്നിരുന്നു എന്നും, എന്നാൽ ജോലി തിരക്ക് കാരണം ആ ലെറ്റർ പൊട്ടിച്ച് വായിക്കാൻ നിൽക്കാതെ മാറ്റിവെച്ചെന്നും ജോൺ വുഡ്സ് പറഞ്ഞു. സോ ഒരു കാര്യം കൺഫേമായി, ആ ലെറ്റർ എഴുതിയ ആൾ വർഷങ്ങളായി ഈ വീടിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവർ ആദ്യ ലെറ്റർ വന്നതിന്റെ ടെൻഷനിലിരിക്കുമ്പോൾ തൊട്ടടുത്ത ആഴ്ച മറ്റൊരു ലെറ്ററും വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കാര്യം ഇനി ഈസിയായി കാണാൻ പറ്റില്ല എന്ന്. 2ാമത്തെ ലെറ്ററിൽ ആ ഫാമിലിയിലുള്ള 5 പേരുടെ പേരും അവരുടെ കുട്ടികൾ ഏതൊക്കെ വർഷത്തിലാണ് ജനിച്ചതെന്നും അവരെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താണെന്നും എല്ലാം ആ ലെറ്ററിൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നാൽ ലെറ്ററിന്റെ അവസാനം എഴുതിയിരുന്നത്, നിങ്ങളുടെ 3ാമത്തെ കുട്ടി ഒരുപാട് പെയിന്റിങ്സ് ചെയ്യാറുണ്ടല്ലേ, ഭാവിയിൽ ചിലപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റായി വന്നേക്കാം.
ഓ മൈ ഗോഡ്, ഈ ഫാമിലി ആ വീടിനുള്ളിൽ കയറി താമസം തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പ് തന്നെ ഇവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. ഒന്നുകിൽ ഈ വാച്ചർ ഈ ഫാമിലിയെ മാസങ്ങളോളം നിരീക്ഷിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ ഫാമിലിയെ നന്നായി അറിയുന്ന ഒരാളായിരിക്കും ഈ വാച്ചർ. ലെറ്ററിൽ എഴുതിയിരിക്കുന്നതിൽ പേടിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്നാൽ, നിങ്ങളുടെ കുട്ടികൾ താഴെ ബേസ്മെന്റിൽ കളിക്കാൻ പോകാറുണ്ടല്ലേ. സപ്പോസ് താഴെ നിന്നും അവർ ഒച്ച വെച്ചാൽ മുകളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയുമോ? സോ ഈ ഒരു പോയിന്റിൽ വെച്ച് മരിയയും ഡെറിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന കാര്യം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചു. ഒട്ടും വൈകാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇവർ പോലീസിൽ റിപ്പോർട്ടും ചെയ്തു. എന്നാൽ ആദ്യത്തെ ലെറ്റർ വായിച്ച ശേഷം പേടിക്കാനൊന്നുമില്ല, ഇതുപോലത്തെ ലെറ്റേഴ്സ് മിക്ക ആളുകൾക്കും വരാറുണ്ട്. ഇങ്ങനെ പറഞ്ഞ പോലീസ് സെക്കൻഡ് ലെറ്റർ വായിച്ച ശേഷം ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കൂടാതെ ഇതിനെക്കുറിച്ച് മറ്റാരോടും ഷെയർ ചെയ്യരുതെന്നും അവരോട് പറഞ്ഞു. പോലീസ് രണ്ടുപേരെ 657 വീടിന്റെ അവിടെ മഫ്തിയിലിട്ടു. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്നാൽ, പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡെറിക്കും മരിയയും അവർ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് പോയപ്പോൾ അവിടുത്തെ ലെറ്റർ ബോക്സിൽ ഓൾറെഡി ഒരു ലെറ്റർ വന്നു കിടക്കുന്നുണ്ടായിരുന്നു. ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെന്നാൽ, നിങ്ങളിത് ഇങ്ങോട്ട് പോയതാണ്, ഈ 657 വീട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഈ ലെറ്ററും ഇതിലൊട്ടിച്ചിരിക്കുന്ന സ്റ്റാമ്പും അതിലെ DNA വെച്ച് ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിന് വേണ്ടിയിരുന്ന ഒരു തെളിവ് പോലും അതിൽ നിന്നും ലഭിച്ചില്ല. അതിനർത്ഥം ഇതിന് പിന്നിലുള്ള യഥാർത്ഥ വ്യക്തി അത്രയും ബ്രില്യൻ്റ് ആണ്. പോലീസിനും ഒന്നും ചെയ്യാനാവാതായപ്പോൾ ഇവരുടെ പ്രതീക്ഷകളെല്ലാം മങ്ങാൻ തുടങ്ങി. അങ്ങനെ ആരും അറിയാതെ പുതുതായി വാങ്ങിയ വീട് ഇവർ വിൽക്കാമെന്ന് കരുതിയപ്പോൾ ഏതോ ഒരു പോലീസ് ഓഫീസർ ഒരു റിപ്പോർട്ടറിനോട് ഈ കാര്യം പറഞ്ഞ് അത് എല്ലാ ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലും വന്ന് വൈറലായി. ഇനി ആ വീട് അവർക്ക് വിൽക്കാനും സാധിക്കില്ല. 2 വർഷത്തിന് ശേഷം മറ്റൊരു ഫാമിലി ഈ വീടിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഇവിടേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വന്നു. എന്നാൽ അവരുടെ എഗ്രിമെന്റ് എന്തായിരുന്നെന്നാൽ, ഞങ്ങൾ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചോളാം, ബട്ട് വാച്ചറിന്റെ അടുത്തു നിന്ന് ഒരു ലെറ്റർ വന്നാൽ പോലും ഞങ്ങൾ ഈ വീട് ഒഴിയും. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് അവർ ആ വീട്ടിലേക്ക് താമസിക്കാൻ തയ്യാറായത്. കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം വാച്ചർ ആ വീട്ടിലേക്ക് ഒരു ലെറ്റർ അയച്ചു. ആ കത്ത് വായിച്ച ശേഷം പെട്ടെന്ന് തന്നെ അവർ ആ വീടിന് ചുറ്റും CCTV ക്യാമറകൾ വെച്ചു. അപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മാത്രം മതി.